ഹലോ, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദോശ ബാറ്റർ എങ്ങനെയാക്കുമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഉഴുന്നിന് പകരം ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. ഈ ദോശ മാവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഒരു 2 ടീസ്പൂൺ ചെറുപയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് ചോറ്. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. നല്ല പുളിക്കുന്ന തൈര് അല്ലെങ്കിൽ നല്ല പുളിച്ച മോര്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഉഴുന്ന് ചേർക്കുന്നില്ല, അതിന് പകരമാണ് ഞാൻ തൈര് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അരച്ച് വെക്കാം. അപ്പം ഞാൻ ഈ ദോശയ്ക്ക് വേണ്ടുന്ന ബാറ്റർ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 8 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാൻ വെക്കണം. അത് ഫെർമെന്റ്. ഇന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരം അരച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ദോശയാണ്. നാളെ നിങ്ങൾക്ക് ദോശ ചുട്ട് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ അരച്ച് വെച്ച ദോശമാവണ് നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശ പോലെ തന്നെ നല്ലോണം പുളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ദോശ ഇട്ട് കാണിച്ചു തരാം. സോ എൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മിൽക്ക് ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സാമ്പാറിന്റെ കൂടെയോ ചട്നീന്റെ കൂടെയെല്ലാം കൂട്ടാൻ നല്ല കോമ്പിനേഷനാണ്. ഭയങ്കര ക്രിസ്പിയാണ്.